പിണറായി ഭരണത്തിലെ ഒറ്റൊരു വമ്പൻ തട്ടിപ്പ് കൂടി UDF സർക്കാർ അന്വേഷിക്കും. എല്ലാ തട്ടിപ്പിനും ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാം. നവ എന്നുള്ള പേര് ചേർത്തിട്ടുണ്ട്. നവ അല്ലേ, കെ ഉണ്ട്. കെ നവ കെ, ഈ രണ്ട് വാക്കും മനുഷ്യർ വെറുത്തു പോണ രീതിയിലാണ് ഇവന്മാർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നവകേരള യാത്ര കാരണം ഇവിടെ ഒത്തിരി പിള്ളേരെ നടുവ് തല്ലി ഓടിച്ചു. ഇയാള് അണ്ടിപ്പരിപ്പം നിന്ന് ഫുഡ് കഴിച്ച് നാട് നീളെ പോയി മാഫിയകളുടെ നിന്നെല്ലാം പൈസയും പണവും പിരിച്ച് ഭരണം ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയായിരുന്നു. ആ സത്യത്തിൽ ഇവരുടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും ഒക്കെ തോൽവിക്ക് ഏറ്റവും പ്രധാന കാരണമായത് ഈ നവകേരള യാത്രയാണ്. അതുപോലെ ഏറ്റവും അവസാനം ഭരണത്തിൽ നിന്ന് തൊട്ട് ഇറങ്ങുന്നതിന് മുമ്പ് സഖാക്കന്മാർക്കെല്ലാം പുട്ടടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പരിപാടിയുണ്ട്. പുട്ടടിക്കാൻ പഴയ മരുന്നടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പരിപാടിയായിരുന്നു നവകേരള സർവേ. വമ്പൻ അഴിമതിയായിരുന്നു. അതിനെക്കുറിച്ച് വീണ്ടും അന്വേഷിക്കാൻ UDF സർക്കാർ ഓരോരോ കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഏത് നമ്മുടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന പല ക്രമക്കേടുകളും പുനരന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കണക്കാണ് ഇതിന്റെ വിഷയം. കണക്ക് എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണക്ക് എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വായുവിൽ എഴുതി കൂട്ടുക, കൊച്ചിനെ നീവ കൂട്ടുന്ന പോലെ. അപ്പൊ ഇതിനകത്ത് എല്ലാ PRD മുഖേനയാന്ന് തോന്നുന്നു. PRD ജില്ലാ മേധാവിമാർക്ക്, എല്ലാ ജില്ലാ ഓഫീസർമാർക്കും, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജില്ലാ ഓഫീസർമാർക്കെല്ലാം കത്തയച്ചു എന്ന് ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണക്ക് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് 95 ലക്ഷം വീടുകളിൽ നേരിട്ട് എന്ന് DYFIക്കാരും SFIക്കാരും സർവേ നടത്തും. ഒരു വീടിന് 7.5 രൂപ ഒരാൾക്ക്. 2 പേരാ പോകുന്നത്, അത് 10 രൂപ. ഒരു വീടിന് 10 രൂപ, 5 രൂപ വീതം 2 പേരാണ് പോകുന്നത്. അതായത് LDF സർക്കാർ ഭരണം ഒഴിയുന്നതിന് മുമ്പ് 13 കോടി രൂപ സർവേക്കായി അനുവദിച്ചു. ഇതെല്ലാം സാക്കന്മാർ വാച്ചിട്ട് മരുന്നടിക്കുകയും ചെയ്തു. അതായത് ഞാൻ പറഞ്ഞില്ല, 95 ലക്ഷം വീട്. ഒരാൾ ഒരു വീട് സംബന്ധിച്ച് 7.5, 2 പേര് ചേർന്ന് 10 രൂപ. നമ്മളെന്ന് വീട്ടിലാരും വന്നതുമില്ല. ഇല്ല, ഇത് വിവാദമായതോടെ ഉദ്യോഗസ്ഥർ നിസ്സഹകരിച്ചു. ഇതിനെതിരെ കോടതിയിൽ പോയി. ഇതിനെതിരെ ഹൈക്കോടതി പോയി. ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തു. ഹൈക്കോടതി സ്റ്റേ ചെയ്തപ്പോൾ എന്ത് പറ്റി? ഇവർ സുപ്രീം കോടതിയിൽ പോയി. ഓർത്തോണം, പുട്ടടിക്കാനുള്ള ഓരോ പരിപാടിയാണ്. അന്തം വിട്ട് പോയി സുപ്രീം കോടതി. അവിടുത്തെ വക്കീൽ ഇതിനേക്കാളും പൈസ കൊടുത്തതാണ്. അതെ. എന്നിട്ട് സുപ്രീം കോടതി ഈ നവകേരള സർവേ അനുവദിച്ചു. അതിന്റെ പ്രകാരം ഇവർ സർവേ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സർവേ എങ്ങും നടന്നില്ല. നടക്കാത്തതിന് കാരണം ഉദ്യോഗസ്ഥന്മാർ നിസ്സഹകരിച്ചു. ഇത് പിന്നീട് അവരുടെ തലയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ. അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു. ഈ മന്ത്രിസഭാ യോഗം അംഗീകാരം കൊടുത്തത് ഒക്ടോബറിലാണ്. പക്ഷെ സെപ്റ്റംബറിൽ പരിപാടി തുടങ്ങി. അല്ല, അതാണ് എപ്പോഴും അങ്ങനെയാണല്ലോ. അതായത് മന്ത്രിസഭയുടെ തീരുമാനം മുൻകൂട്ടിയാണ് നമ്മൾ സെപ്റ്റംബറിൽ പരിപാടി തുടങ്ങി. സഹാക്കന്മാരെല്ലാം വീടുകൾ തോറും കയറി ഇറങ്ങാൻ വേണ്ടി കൊടുത്തു. ഇതിനായി MV ഗോവിന്ദൻ എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും കത്തയച്ചു. അതായത് നമ്മുടെ ആൾക്കാരെ മൊത്തം തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടണം എന്നായിരുന്നു കത്ത്. MV ഗോവിന്ദന്റെ കത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു തളിപ്പറമ്പിലും പയ്യന്നൂരും തൃക്കരിപ്പൂരിലുള്ള സഹാക്കന്മാർ നമ്മൾ ജയിച്ച് റെഡിയാവുമെന്ന് എഴുതി കൊടുത്തതാണ് മിക്കവാറും. ഭയങ്കര അഭിപ്രായമാണെന്ന് പറഞ്ഞാണ്. ഇപ്പം ശരിക്കും ഇത് ആദ്യം ഈ 13.04 കോടി രൂപയാണ് ആദ്യമായിട്ട് അനുവദിച്ചത്. ഈ അനുവദിച്ചതിന് പിന്നാലെ അത് അന്നായിരുന്നല്ലോ. ഇപ്പം എല്ലാ ജില്ലാ ഓഫീസുകളിൽ നിന്നും സർക്കാരിലേക്ക് വന്നു ബാക്കി പൈസ കൊടുക്കണമെന്ന് കത്തു. ഈ പോയവന്മാരെ എല്ലാം നവകേരള സർവേയുടെ ഇതെല്ലാം ശേഖരിച്ച് അവിടെ കൊണ്ടുപോയി. ഇവർ സത്യത്തിൽ എന്തിനായി നടത്തിയെന്ന് ചോദിച്ചാൽ പിണറായി വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഇവരുടെ സർവേ. ഇന്റലിജൻസ് ബ്യൂറോ എല്ലാ സമ്മാനങ്ങളും ഉപയോഗിച്ച് ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനം എല്ലാം ജനങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടോ എന്ന് അറിയുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷേ എന്നിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും MV ഗോവിന്ദൻ കത്തയച്ചു. നമ്മുടെ ആൾക്കാരെ എല്ലാം സെലക്ട് ചെയ്യണം നവകേരള സർവേക്ക് വേണ്ടി. ഇവർക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കും. ഈ അടിയന്തരാവസ്ഥ കാലത്ത് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു കത്തയച്ചിരുന്നു. ഈ സഞ്ജയ് ഗാന്ധിയെ, ഇന്ദിരാഗാന്ധിയുടെ മകനെ, അന്ന് അയാൾ പഞ്ചായത്ത് മെമ്പർ പോലെയല്ല, ഭരണഘടനാപരമായ ഒരു പദവിയില്ലാത്ത ഇയാളെ വിളിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗസ്റ്റാക്കി സ്വീകരണം കൊടുക്കുന്ന എല്ലായിടത്തും ഒരു വലിയ ബോർഡ് വയ്ക്കണം. അങ്ങനെ ഉണ്ടായിരുന്നു. തീരുമാനമെടുത്തു, പ്രഖ്യാപിച്ചു. ഇത് നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളൊന്ന് കേരളം, തമിഴ്നാടും അങ്ങനെയായിരുന്നു തോന്നുന്നു. കേരളം നടപ്പിലാക്കിയില്ല. അതുപോലെ ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരാണ്. കോൺഗ്രസ് അച്യുതാനന്ദ മുഖ്യമന്ത്രി, കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള സർക്കാരായിരുന്നു. പക്ഷേ അവർ വിസമ്മതിച്ചു, അവർ ചെയ്യാൻ തയ്യാറായില്ല. ഇത് ഭരണം മാറി ജനതാ പാർട്ടി വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ഇണ്ടാസ് പോയി. ഇതിൻ്റെ കണക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് ശരി. എന്തർത്ഥത്തിലാണ് ഇയാൾക്ക് സ്വീകരണം കൊടുത്തത്? ഇയാൾ ആരായിരുന്നു? തന്നെയാണ് നവകേരള സംഭവിച്ചിരിക്കുന്നത്. സർവേയിലും അതായത് സർക്കാർ നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാനും നടപ്പാക്കേണ്ട പേരിൽ ആശയം തേടാനുമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചത്. നവകേരള സർവേക്കായി LDF അനുഭാവികളെ റിക്രൂട്ട് ചെയ്യണമെന്നായിരുന്നു ഗോവിന്ദന്റെ കത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം. ഈ കത്ത് പുറത്തു വന്നതോടെയാണ്
ഇത് വിവാദമാകുന്നത്. നമ്മളെ മേയർ ഊട്ടി അവിടെ ജോലിക്ക് ആളിന് ആവശ്യമുണ്ടപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി കത്ത് കൊടുത്തില്ലേ? അതെ, നമ്മളെ പാർട്ടിക്കാരെ പരമാവധി ജോലിക്ക് ലിസ്റ്റ് കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. ഒരു 10 പേരെ ഇങ്ങോട്ട് വിട്ടേക്കും എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നില്ല. ഈ ആദ്യത്തെ 5 വർഷം ഇവർക്ക് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന കൊള്ള അന്വേഷിക്കലായിരിക്കും പ്രധാനപ്പെട്ട പണിയെന്ന് തോന്നുന്നു. അതെ അതെ അതെ, അതിന് റിട്ടയർ ചെയ്ത CBI അങ്ങനെ ജോലിയുണ്ടായിരുന്ന ആളെ കൊണ്ടുവന്ന് വെക്കണ്ടേ? അല്ല, കേരള പോലീസിന് വേറെ ഇതിനായിട്ട് തന്നെ ഒരു വകുപ്പ് രൂപീകരിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ വയോജന വകുപ്പ് രൂപീകരിച്ചതുപോലെ പിണറായി കാലത്തെ അഴിമതി കണ്ടെത്താനും അതിനെക്കുറിച്ച് ചെയ്യാനും ഒരു പ്രത്യേക കോടതിയും രൂപീകരിക്കണം, ഒരു പ്രത്യേക വകുപ്പും രൂപീകരിക്കണം, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ അതിനുവേണ്ടി രൂപീകരിക്കുന്നത് നന്നായിരിക്കും. എക്സൈസും ഇപ്പം പോലീസ്, എക്സൈസ്, നേവി എന്നൊക്കെ പറയുന്ന പോലെ ഇതിനായിട്ട് മാത്രം ഒരു വകുപ്പ്. കാരണം അത് കൊടുത്താലേ ഇത് തീരത്തുള്ളൂ. അതിനും മാത്രം അഴിമതി ഇവിടെ നടന്നു. ഇത് കൊള്ള സംഘം പരിഹാര കോടതി എന്നങ്ങനെ കോടതി നിയോഗിച്ച് അതെ പോലീസിനെ പിടിക്കണം. അതായത് ഇപ്പം നോക്ക്, ഈ ആദ്യ സർക്കാർ കയറിയ പറയാം, ആദ്യം രക്ഷാപ്രവർത്തനത്തിൽ തലക്കടിച്ച പോലീസുകാർക്കെതിരെയുള്ള നടപടിയായിരുന്നു. സിൽവർ ലൈൻ നിർത്തലാക്കി. പിന്നെ അത് കഴിഞ്ഞ് വന്നത് എന്താണ്? പോലീസിൽ അനധികൃത നിയമനം. അതായത് 2 ജിമ്മന്മാരെ 2 പേരെ പോലീസിൽ എടുത്തിരിക്കുകയാണ്. പിണറായി വിജയന്റെ അപ്പുറം ഇപ്പുറം നിർത്താൻ ഡയറക്ട് SI മാരായിട്ട്. പിന്നെ നവകേരള യാത്ര എന്ന് പറഞ്ഞൊരു പരിപാടി. ഇപ്പൊ ഈ നവകേരള സർവേ എന്താണ് ഇവർ ഇവിടെ നാട്ടിൽ ഈ നാട് എങ്ങനെയൊക്കെ കുട്ടിച്ചോറാക്കാമെന്ന് കരുതി അതെല്ലാ രീതിയിലും കുട്ടിച്ചോറാക്കി. 20 കോടി രൂപയാണ് സർവേക്ക് പദ്ധതിക്ക് മാറ്റിവെച്ചത്. അതിൽ 13.04 കോടി രൂപ ആദ്യം ചെലവിട്ടു. ബ്രോഷർ തയ്യാറാക്കാൻ മാത്രം 5.54 കോടി രൂപ. ബ്രോഷറും അതിന്റെ ഫോമും എല്ലാം കൂടി ഇനിയും കൂട്ടിയിട്ട് കത്തിക്കാനോ ആക്രി വിലയ്ക്ക് കൊടുക്കാനേ പറ്റും. അല്ല, ഈ ബ്രോഷറിന്റെ വർക്ക് ആർക്ക് കൊടുത്തുള്ള ആദ്യം അന്വേഷിക്കണം. അതെ, സർക്കാർ പ്രസിലാണോ അച്ചടിച്ചത്, അത് പതിവ് പോലെ സാക്കന്മാരെ സ്വന്തം സ്ഥാപനങ്ങളിലേക്ക്, അവർ ബിനാമി സ്ഥാപനങ്ങളിലേക്കാണോ പോയെന്ന് ആദ്യം അന്വേഷിക്കണം. കത്തുകൾ തയ്യാറാക്കാൻ 1 കോടി രൂപ. കത്ത് എടുത്തിരിക്കണം, പ്രിയപ്പെട്ട പിണറായി വിജയന്റെ കത്ത്. അന്നത്തെ വലിയ സഹാക്കന്മാരെല്ലാം മക്കൾക്ക് PR ഏജൻസി ഉണ്ട്, ഇവർക്കെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഈ വോളണ്ടിയർമാരുടെ യാത്ര, ഇവർ പോകുന്ന എണ്ണ, സോപ്പ്, വാഹന ചെലവ്, പിന്നെ മരുന്നടിക്കാനുള്ളതെല്ലാം ഉൾപ്പെടെ 1.45 കോടി ഇനിയും കിടക്കുകയാണ് കൊടുക്കാനായിട്ട്. 20 കോടി രൂപയാണ് പ്രധാനമായിട്ടും ഇതിനായിട്ട് മാറ്റിവെച്ചത്. എല്ലാം സർക്കാർ ഈ 20 കോടി രൂപ ഒരാവശ്യവുമില്ലാതെ കടലിക്കായം കലക്കിയതുപോലെ പോയിരിക്കുന്നു. ഈ 20 കോടി രൂപ എടുത്ത് ഈ നവകേരള ബ്രോഷർ തയ്യാറാക്കിയ സമയത്ത് ഏതാണ്ട് 3-4 കോടി രൂപയേ ഉള്ളായിരുന്നു. ഈ പാവപ്പെട്ട പട്ടികജാതി വിദ്യാർത്ഥികളുടെ അവരുടെ ലംസം ഗ്രാന്റ് കൊടുക്കുക. ആശാ വർക്കർമാരൊക്കെ പൈസ, അതങ്ങ് പോട്ടെ. ഇത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഉണ്ടായിരുന്ന പൈസ എടുത്ത് പുട്ടടിച്ചു അവരുടെ പെൻഷൻ മുടക്കി. കഴിഞ്ഞ ദിവസം ഒരാളുടെ വിളിച്ചിരുന്നു, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായിരുന്നു, പെൻഷൻ കിട്ടുന്നില്ല. ആ പൈസ എടുത്ത് ഇവർ പുട്ട 2600 കോടി രൂപ കണ്ട് ഉണ്ടെന്നാണ് കണക്ക്. ഇപ്പൊ നോക്കുമ്പോൾ 56 കോടി ബാക്കി അവിടെ പോയി, ബാക്കി ഇവരെടുത്ത് പുട്ടടിച്ചു. ഇവരുടെ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇതെല്ലാം വക മാറ്റി. ആഘോഷങ്ങളായിരുന്നു. അപ്പൊ എല്ലാത്തിനും ഒരു പേരും കൊടുത്തു, നവകേരള. ഇപ്പൊ ആകെപ്പാടെ അറിയാവുന്ന, പിണറായി വിജയൻ അറിയാവുന്ന ഒരേ ഒരു പേര് നവകേരള. നവകേരള പുനർനിർമ്മാണത്തിന് വേറെ ഇതിൽ ഇവര് പുനർനിർമ്മിച്ചതെല്ലാം ഒരു വിധത്തിൽ ഒരു വഴിക്കായി. സ്വന്തമായിട്ട് ഓരോ വീടും സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി എല്ലാവരും പുനർനിർമ്മാണം സ്വന്തം കാര്യങ്ങൾ നടത്തി പലരും. അതെ, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ശരി, ഇതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം തന്നെ വേണം. ഇതിന്റെ പുട്ടടിച്ചവരുടെ പൈസ ആ പുട്ടടിച്ചവരിൽ നിന്ന് തന്നെ ഈടാക്കണം. അതാണ് വേണ്ടത്. അതിന് ആരൊക്കെ ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടുണ്ടോ അവരിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവരണം. അത് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ കാലത്തെ അഴിമതി അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക ഒരു വകുപ്പ് തന്നെ രൂപീകരിക്കണം എന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന.